പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിൻ്റെ മുൻപ് പറഞ്ഞതല്ല, ഈ ഒരു ആമ്പൽക്കുളം ഈ ഒരു മരത്തിൻ്റെ വേരുകൊണ്ട്, വേരല്ല, ഇതൊരു കട ഇങ്ങനെ വലുതായിട്ട് ഇത് പൊട്ടിയിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളം നിൽക്കണില്ല. അപ്പോൾ ഈ ആമ്പൽ പറിച്ചിട്ട് നമുക്ക് മറ്റേ ഈ കുളത്തേക്ക് നടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണം ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിൽ വെക്കുകയാണ് കേട്ടോ. ഈ കുളത്തിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിന് കുഴപ്പമൊന്നും വരില്ല കേട്ടോ. കുറച്ച് മണ്ണ് നമ്മൾ കൂടുതൽ ഇടണം എന്നുള്ളൂ. നമ്മൾ ഈ ചളി ഇതിക്ക് എടുത്തിട്ട് നമ്മൾ ആ കുളത്തിലിടുകയാണ് കേട്ടോ. അതിൽ മീനുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ മണ്ണിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മണ്ണ് നമ്മൾ അടിയിൽ നിന്ന് അവിടുന്ന് ഇളക്കിയപ്പോൾ ആ മണ്ണ് നമ്മൾ ഇതിൻ്റെ ചോട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് മണ്ണ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞ മണ്ണ് മതി കേട്ടോ. നല്ല താഴ്ഭാഗത്തേക്ക് പോകണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ കുളം വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആ മണ്ണ് കളയണ്ടല്ലോ. അപ്പോൾ ആ മണ്ണ് നമ്മൾ ഇങ്ങോട്ട് ഇതിൻ്റെ ചോട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മൾ വയലിൽ നിന്ന് കൊടുന്ന ചളിമണ്ണാണ് കേട്ടോ, നമ്മൾ ഈ കരമണ്ണല്ല അത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ പരക്കാണ്ട് ഇട്ടാൽ ഇത് നല്ല ഉഷാറായിട്ടിത് വളർന്നോളും. ഇനി മറ്റേത് നമ്മളൊക്കെ ഓട്ടൊക്കെ അടച്ച് വരുമ്പോഴത്തേന് ഒരുപാട് രസമാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ആമ്പൽ ഈ കുളത്തിൽ നിന്ന് ഈ കുളം പൊട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടോ. ഈ കുളം ഈ മരത്തിൻ്റെ ഒരു ഈ വേരല്ല, അതിങ്ങനെ കട ഇങ്ങനെ വലുതായിട്ട് നമ്മൾ ഈ കുളം പറ്റ പൊട്ടി നാശമായിട്ടോ. ഇനി അത് അവിടെ മണ്ണ് നീക്കിയിട്ട് നമുക്ക് അടക്കേണ്ടത്, ഓട്ട അടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഇത് ഫുള്ളും ഇങ്ങോട്ട് മാറ്റിയത് കേട്ടോ. ആമ്പൽ ഇതിലേക്ക് മാറ്റിയത്. ഈ ആമ്പൽ അതിലായിരുന്നു, ഈ നല്ല പച്ച കളറുള്ള അതിലായിരുന്നു. നമ്മുടെ വെള്ളം നല്ലൊന്ന് നിറച്ചിട്ടോ, ഏകദേശം ഒരു 1.5 അടി വെള്ളം നമ്മളിതിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ ഗപ്പികളാണ് കേട്ടോ. ഗപ്പികളും ഉണ്ട്, പിന്നെ അതേമാതിരി ഈഗ്ലോ ഫിഷിൻ്റെ കുട്ടികളും ഉണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ടതാണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ അത് കണ്ടില്ലേ, ഈ ഇതൊക്കെ ഇലൻ്റെ ചോട്ടായിട്ട് വിരിയാൻ പറ്റാതെ നിൽക്കുന്നു കേട്ടോ. നമ്മൾ അത് അവിടുന്ന് പറിച്ചപ്പോൾ നമ്മളിതത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശരിയാക്കേണ്ടതുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കാലാവധി തീർന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ വിരിയ, അതിൻ്റെ ചോട്ടുണ്ടായിട്ടാണ് അടിയിൽ പെട്ട് വിരിയാതെ വരുന്നതാണ്. അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് നമ്മളൊന്ന് ലെവലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഇലമലൊക്കെ നമുക്ക് ഇനി തൈകളുണ്ടാവും. ഇതിൻ്റെ ചിലപ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ പുതിയ മുട്ടകളിങ്ങനെ വരുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അത്. അപ്പോൾ നമുക്കിത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇതിൽ പൂവ് ഇല്ലാതിരിക്കുക വിരിയാതിരിക്കുക ഒന്നുമില്ല കേട്ടോ. അതതിൻ്റെ ഇതിലങ്ങനെ വിരിഞ്ഞോളും. അങ്ങനെ വേരൊന്നും പൊട്ടാതെ ചളി ഒന്നായിട്ടുണ്ട് മറിച്ച് പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക. നമ്മളിതിൻ്റെ ഈ സൈഡിൽ ഒക്കെ ഈ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെയൊക്കെ പുല്ലും പൊന്തിയിട്ടുണ്ട്. ഈ മുത്തങ്ങയാണ് ഈ പുല്ല്. ഈ പുല്ല് നമ്മളെത്ര പറിച്ചാലും ഇത് പോകില്ല കേട്ടോ. ഇത് അതിൻ്റെ ഒരു വേരിൻ്റെ ഒരു കഷ്ണം എവിടെയെങ്കിലും നിന്നാൽ അത് വീണ്ടും ഉണ്ടാവും.
ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പറിച്ച് കളയുന്ന ഒരു സാധനമാണ്. അത് വീണ്ടും അത് ഉണ്ടാവും. എങ്ങനെ പറിച്ചാലും പോകാത്തതാണ് ഈ മുത്തങ്ങ പിന്നെ ഒരു നല്ലൊരു ഔഷധമാണ് കേട്ടോ. മുത്തങ്ങ എന്തിനാണ് എടുക്കണമെന്നൊന്നും അറിയില്ല. മുത്തങ്ങ പണ്ട് മുതൽ തന്നെ നമ്മൾ ഒരു ഔഷധ സസ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, മുത്തങ്ങ എന്തിനാണ് എടുക്കുകയെന്ന്. അപ്പോൾ മുത്തങ്ങ നമ്മളെടുത്ത് പറിച്ചിട്ടും കളയാത്ത ഇതിന്മേൽ ചെറിയൊരു കിഴങ്ങ് ഉണ്ടാവും കേട്ടോ, ഒരു കറുത്തിട്ട്. ഇപ്പം ഇങ്ങനെ പുതിയതായിട്ടാണ് അവൻ കാണാത്തത്, എൻ്റെ ഇതിന്മേൽ കാണുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്മേൽ കായ ഉണ്ടാവും, ഒരു കിഴങ്ങ് ഉണ്ടാവും. പിന്നെ നമ്മൾ പറിക്കുമ്പോൾ തന്നെ അതവിടെ പൊട്ടിയിരിക്കും ചെയ്യും കേട്ടോ. അതാണിത് വീണ്ടും ഇത് ഉണ്ടാകാനുള്ള കാരണം. അതിൻ്റെ അടിയിലൊരു ചെറിയൊരു കോട്ടിൻ്റെ വലുപ്പത്തിലൊരു കറുത്തിട്ടൊരു വിത്തുണ്ടാവും. അതവിടെ മണ്ണിൽ പിടിച്ച് അവിടെ ഇരിക്കും, അത് വീണ്ടും ഉണ്ടാവും. അതാണ് നമ്മൾ എത്ര പറിച്ചിട്ടാലും അത് പോവാത്തത്. പിന്നെ കണ്ടില്ലേ ഈ പച്ച ഇലക്ക, ഇതൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അതിൽ തന്നെ ഇവിടെ കളി ഉണ്ടാവുന്നുണ്ട്. ഇത് കിയാർനെല്ലി പറഞ്ഞ സാധനമാണ്. ഇത് എത്ര പറിച്ചാലും അത് വീണ്ടും ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ പറിച്ചിടുക എന്നല്ലാതെ അതിനൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.